പ്രിയപ്പെട്ടവരായിട്ടുള്ള സഖാക്കളെ, ജനാധിപത്യ വിശ്വാസികൾ, ഈ പ്രസ്ഥാനത്തിനെതിരെ ചില ചാവാലി പട്ടികൾ ഓരിയിട്ടു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കറുത്തേനിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരായിട്ടുള്ള സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സ്വാഗതം പറഞ്ഞ സഖാവ് ഹുസൈൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങള് ഇന്നലെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പല ആളുകളും വഴിക്ക് കെട്ടിയും മുദ്രാവാക്യത്തിലൂടെയൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിനൊക്കെ അതേ ഭാഷയിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറുപടി പറയാൻ കഴിയാനിട്ടോ അതല്ലെങ്കിൽ അറിയാനിട്ടോ ഒന്നുമല്ല. ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച സംസ്കാരവും ഞങ്ങൾ പഠിപ്പിക്കുന്ന സംസ്കാരവും ഞങ്ങൾ പഠിച്ച സംസ്കാരവും അത്തരത്തിലുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് മുതിരാത്തത്. എന്നാലും ഇവിടെ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കുറെ ആളുകൾ ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗം പഠിച്ചു പോയി. ആവേശത്തോടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നത് ആരാണ് എന്നുള്ള പ്രസംഗ പരിശീലന മത്സരം പോലെ ആവേശത്തോടെ കറുത്തേനിമ വന്ന് തലവെട്ടും കാലുവെട്ടും വെള്ളയിൽ പുതപ്പിച്ച് കിടത്തും എന്നൊക്കെ വെല്ലുവിളിച്ച് പ്രസംഗിച്ചു പോയ കുറെ ആളുകൾ. അത്തരം ആളുകളോട് വിനീതമായിക്കൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കറുത്തേനിയാണ്. ഈ കറുത്തേനിക്ക് ഒരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ചെറിയ കുട്ടികൾക്കത് അറിയില്ല എന്ന് വരാം. 10-20 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അറിയാത്ത ഒരു ചരിത്രം ഈ കറുത്തേനിക്കുണ്ട്. ഇവിടെ 50 വയസ്സും 60 വയസ്സും 40 വയസ്സും ഒക്കെയുള്ള ഈ പരിസര പ്രദേശത്തിന്റെ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയുന്ന ഒരു ചരിത്രമുണ്ട്, കറുത്തേനിയുടെ ചരിത്രം. ആ ചരിത്രം 1990-കളിലെ ബാബരി മസ്ജിദിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് RSS ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിൽ ഒന്നാകെ RSS ശാഖ തുടങ്ങുകയും നാമജപ പരിപാടികൾ ആരംഭിക്കുകയും ആ ശാഖകളിലേക്ക് ഇവിടെയുള്ള ഹിന്ദു സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുകയും ചെയ്ത് RSS ശക്തിപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഒരു കാലഘട്ടമാണ് 1990-കളിൽ. ആ 1990-കളില് കറുത്തേനിയുടെ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് RSS ഈ കറുത്തേനിയിലും അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ RSS കറുത്തേനിയിൽ RSSന്റെ ശാഖ ആരംഭിച്ചു. ഇവിടെ RSSന്റെ ശാഖ ആരംഭിച്ചു, മറ്റു പരിപാടികൾ ഇവിടെ ആരംഭിച്ചു. പക്ഷെ അത് ആരംഭിച്ച് കുറച്ച് ദിവസങ്ങള് മുന്നോട്ട് പോയിട്ടും RSS ഉദ്ദേശിച്ച ആളുകളൊന്നും ആ ശാഖയിലേക്കും RSSലേക്കും കടന്നു വരുന്ന ഒരു സാഹചര്യം കറുത്തേനിയിൽ ഉണ്ടായില്ല. അപ്പോ RSSന്റെ സ്ഥിരമായിട്ടുള്ള അജണ്ടകള് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, CPMന്റെ കൊടിമരത്തോട് ചാരി BJPയുടെയോ RSSന്റെയോ കൊടിമരം കുഴിച്ചിടുക, അങ്ങനെയുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കറുത്തേനിയിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് RSS ഇവിടെ RSS വളർത്താനുള്ള പണിയെടുത്തു. അതും വിജയിച്ചില്ല. അവസാനം RSS ഇവിടെയുള്ള മാലയിട്ട സ്വാമിമാരെ സഖാക്കളെ ആക്രമിച്ചു എന്ന ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും അടക്കമുള്ള RSSന്റെ നേതാക്കന്മാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. പുറമേയുള്ള RSSന്റെ ക്രിമിനലുകള്
ഉയർത്തിയ ആ വെല്ലുവിളി ഈ നാട്ടിലെ സഖാക്കൾ ഏറ്റെടുത്തുകൊണ്ട് RSSനേറ്റ് നേരിട്ട് ഏറ്റുമുട്ടി RSSനെ പ്രതിരോധിക്കുന്നതിന്റെ ഇടയിൽ RSSന്റെ ഒരു ജില്ലാ നേതാവിന് ഞങ്ങൾ മരിച്ചുപോയ ഒരു സഖാവ് നെഞ്ചിൻ കൂടി നോക്കി ഒരു ചവിട്ട് കൊടുത്ത് അവിടെയുള്ള പുല്ലാണിക്കാട്ടിൽ നിന്ന് അദ്ദേഹം എണീച്ചു വന്നത്. അവിടെ നിന്ന് എണീച്ചു വന്ന് ആ RSSന്റെ നേതാവാണ് ആദ്യമായി കറുത്തേനിയിൽ നിന്ന് പറഞ്ഞത് കറുത്തേനി കണ്ണൂരാകുകയാണ് എന്ന്. ആ RSSന്റെ നേതാവ് പറഞ്ഞത്. ആ RSSനെ പേടിച്ച് അന്ന് CPMന്റെ വാലിന്റെ അടിയിലേക്ക് ചുരുണ്ടുകൂടിയ കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് കറുത്തേനിയെ ചൂണ്ടി ഇത് കണ്ണൂരാകുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ ഈ കറുത്തേനിയിലെ സഖാക്കൾ അത് ആസ്വദിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളത് ആസ്വദിക്കും. ഞങ്ങളത് ആസ്വദിക്കുന്നു. ഇവിടെ സഖാവ് സൂചിപ്പിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് കറുത്തേനിയുടെ ചരിത്രം, എന്താണ് ഇവിടെയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെയൊക്കെ ഉയർത്തിയ വിവാദങ്ങളും ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും ഒക്കെ എന്താണ്? കറുത്തേനി അന്ന് തുടങ്ങി കറുത്തേനി പ്രതിരോധിക്കാൻ തുടങ്ങിയതാണ്. ആ കാലത്തിന് ശേഷം പുതിയ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോലും ഈ കറുത്തേനിയുടെ മണ്ണിൽ BJPയുടെ കൊടി പിടിച്ചിട്ടില്ല. ആ കാലത്തിന് ശേഷം ഒരു വീട്ടിൽ നിന്ന് ഈ കറുത്തേനിയിൽ പുതിയൊരു കുട്ടി പോലും LDFന്റെ കൊടി പിടിച്ചിട്ടില്ല. ആ കൊടി പിടിക്കാത്തത് ഈ മണ്ണില് മതേതരത്വത്തിന്റെ പാരമ്പര്യം ഉയർത്തി സഖാക്കളുടെ പോരാട്ടം നടത്തുന്നത് കൊണ്ട് തന്നെയാണ്. ആ പോരാട്ടത്തിന്റെ ചരിത്രം, ആ ചരിത്രം പേറി ജീവിക്കുന്നവരുടെ പിന്മുറക്കാരാണ് ഞങ്ങളൊക്കെ. അതിന്റെ പിന്മുറക്കാരാണ് ഞങ്ങളൊക്കെ. നിങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ, കറുത്തേനിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ല. നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇവിടെ സൂചിപ്പിച്ചു 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ ഈ വിഷയത്തെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമായി, പ്രശ്നമായി ഞാൻ കാണുന്നില്ല. എന്നെ തെരുവിളിക്കുന്നത് ചീരാതൊടിക മുഹമ്മദിന്റെ മകനായ CT സക്കറിയ ആയതുകൊണ്ടാണ് എന്നെ തെളിവിളിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. പകരം ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്റെ പേരിലാണ് എന്നെ തെറിവിളിക്കുന്നതും ഞാൻ നിങ്ങളുടെ ശത്രുവായതും എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നാണ് ഞാൻ നിങ്ങളുടെ ശത്രുവായത്? ഞാൻ നിങ്ങളുടെ ശത്രുവായത് 2015 എന്റെ 30ാമത്തെ വയസ്സിൽ 45 കൊല്ലക്കാലം പരാജയപ്പെടാത്ത നിങ്ങളുടെ നേതാവിന് ഈ കറുത്തേനിയുടെ മണ്ണില് 156 വോട്ടിന് ചുറ്റിക്കാരുവാൻ നക്ഷത്രമടയാളത്തിന് ഞാൻ പരാജയപ്പെടുത്തിയ അന്ന് മുതലാണ് ഞാൻ നിങ്ങളുടെ ശത്രുവായത്. അന്ന് മുതലാണ് ഞാൻ നിങ്ങളുടെ ശത്രുവായത്. പിന്നെ അവിടെ നിന്നങ്ങോട്ട് DYFIയുടെ മേഖലാ സെക്രട്ടറി ആയപ്പോ, ഈ കാളികാവിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോ ഒക്കെ നിങ്ങൾ അത് തുടർന്നു. എന്റെയല്ല നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു ഉളുപ്പുമില്ലേ ഇവിടെ വന്ന് വെല്ലുവിളിക്കാൻ? 2015 തെരഞ്ഞെടുപ്പിന് നിങ്ങൾ പഠിച്ച 18 ഈ കറുത്തേനിയിൽ നിങ്ങൾ നടത്തി. എന്നെ ഒരു ഗുണ്ടയാക്കി നിങ്ങൾ ചിത്രീകരിച്ചു. എനിക്കെതിരെയുള്ള പോലീസ് കേസുകൾ നിങ്ങൾ കുത്തിപ്പൊക്കി അതിനിവിടെ വലിയ പ്രാധാന്യം കൊടുത്തു, പ്രചരണം കൊടുത്തു. ജനങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങി നിങ്ങൾ പറഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും ഈ കറുത്തേനിയുടെ മനസ്സ് ചുവന്ന മനസ്സായതുകൊണ്ട് ഇവിടെ ചുറ്റിക്കാരുവാൻ നക്ഷത്രം തന്നെ വിജയിച്ചു. അതൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം, 45 വർഷക്കാലത്തിന്റെ അടിമത്തത്തിന്റെ ആ ചെങ്ങലയിൽ നിന്ന് കറുത്തേനി മോചിതമായപ്പോൾ ഞങ്ങൾ വെല്ലുവിളിച്ചു പറയുന്നു, 5 വർഷക്കാലം നിങ്ങൾ 45 വർഷക്കാലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് 5 വർഷക്കാലം കൊണ്ട്
5 വർഷക്കാലം കൊണ്ട് ആ വികസന പ്രവർത്തനത്തിന്റെ, ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി 2020 തിരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങളിപ്പോ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, നിങ്ങളിപ്പോ അസത്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ, ഞങ്ങൾ അത്ര മോശക്കാരാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ ചെറുപ്പക്കാര് കഞ്ചാവ് വലിക്കും, കള്ളു കുടിക്കും, ഞങ്ങൾ ബോർഡിനെറിയുന്നവരാണ്, ഞങ്ങൾ മോശക്കാരാണ്, ഞങ്ങൾ അക്രമികളാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ UDF-ന്റെ പ്രവർത്തകരെ, 1 വർഷക്കാലമല്ലേ ആയുള്ളൂ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. 1 വർഷക്കാലം നിങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കറുത്തേനിയിൽ എന്താണ് ചെയ്തത്? ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരമായിരുന്നു, ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് പോലും നിങ്ങൾ എന്നെ വ്യക്തിപരമായി നിങ്ങൾ വേട്ടയാടി. നിങ്ങൾ എനിക്കെതിരെ കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു. DYFIയുടെയും CPM-ന്റെയും ഭാഗമായ ചെറുപ്പക്കാർക്കെതിരെ നിങ്ങൾ അസത്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചു. അത് മാത്രമല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും CPM-നെ തകർക്കണം, പരാജയപ്പെടുത്തണം എന്ന മോഹമായി നിങ്ങൾ BJP-യെ കൂട്ടുപിടിക്കുന്ന അപകടകരമായ സ്ഥിതി കറുത്തേനിയിൽ 2020 നിങ്ങൾ നടത്തി. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു. നിങ്ങൾ മുസൽമാന്റെ വീട്ടിലേക്ക് പറുതയിട്ട പെണ്ണുങ്ങളെ നിങ്ങൾ സ്കോഡായി പറഞ്ഞയച്ചു. ഇവിടെയുള്ള ഹിന്ദുവിന്റെ വീട്ടിലേക്ക് പൊട്ടുതൊട്ട സ്ത്രീകളെ നിങ്ങൾ സ്കോഡായി നിങ്ങൾ പറഞ്ഞയച്ചു. ഇവിടെയുള്ള മുജാഹിദുകാരന്റെ വീട്ടിലേക്ക് നിങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകരെ പറഞ്ഞയച്ചു. ഇവിടെയുള്ള സമസ്തക്കാരുടെ വീട്ടിലേക്ക് നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞയച്ചു. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഈ കറുത്തേനി വാർഡില് ചിലവഴിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? 566 നിന്ന് ഈ കണ്ണൂര് 734 വോട്ടായി കണ്ട് വീണ്ടും ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഇവിടെ പറയുന്ന പുലഭ്യങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ ആ 566 ഒരു വോട്ട് കുറയുകയല്ലേ വേണ്ടിയിരുന്നത്? കുറയുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? പകരം 566 734 വോട്ടായി ഇവിടെ വർദ്ധിപ്പിച്ചത് നിങ്ങൾ ആരാണെന്നും ഞങ്ങൾ ആരാണെന്നും ഈ നാടിനറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾ ഈ നാടിനറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള കറുത്തേനിയിൽ വന്ന് കൈവെട്ടും, കാലുവെട്ടും, തലവെട്ടും, വെള്ളം ഉദപ്പിച്ച് കിടക്കും, മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും, ഇറങ്ങി വാട എന്നൊക്കെയുള്ള പിന്നെ വെല്ലുവിളികൾ നടത്തുമ്പോ നിങ്ങൾക്ക് പ്രസംഗ മത്സരത്തിന്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്നതാകാം. പക്ഷേ അത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുമ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രിയത്തോടെ, സ്നേഹത്തോടെ, താക്കീതുകൂടിയായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ പിടിച്ചിരിക്കുന്ന കൊടി സഖാവ് കുഞ്ഞാലിയുടെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോര കൊണ്ട് ചുവന്ന പൊടിയാ ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. ആ ഞങ്ങളെ നിങ്ങള് വെല്ലുവിളിക്ക്, കൈവെട്ടും, കാലുവെട്ടും, മൂക്കിൽ പഞ്ഞി വെക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്ക്. ഞങ്ങൾ വെല്ലുവിളി സ്വീകരിക്കാത്തത്, നിങ്ങൾക്കിടയിലേക്ക് ഞങ്ങള് ഇറങ്ങി വരാത്തത്, ഈ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം, സമാധാനപരമായ സ്വസ്ഥമായിട്ടുള്ള ജീവിതം അത് തകർക്കാൻ പാടില്ല, അത് തകർക്കരുത് എന്നുള്ള അഭിപ്രായം കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ? ഈ നാട് ഞങ്ങളുടെ മണ്ണാണ്. ഇവിടെ ഒരു ബോർഡിന് പെയിന്റ് അടിച്ചിട്ടോ, ഇവിടെ ആരെങ്കിലും ആക്രമിച്ചിട്ടോ പിടിച്ചു നിൽക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഞങ്ങൾക്കില്ല. ഏറ്റവും അവസാനം ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പില് ഒരു വോട്ടിനാണെങ്കിലും കൈപ്പത്തിയേക്കാൾ, കോടിയേക്കാൾ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. രാഷ്ട്രീയപരമായി കറുത്തേനി വളരുകയാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം. ആ മണ്ണില് സമാധാന അന്തരീക്ഷം തകർക്കുന്ന സമീപനവുമായി പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ടാക്സി സ്റ്റാൻഡിനെ കുറിച്ച്, നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല.
ടാക്സി സ്റ്റാൻഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഹൈദരാലി ജോജിയൊക്കെ എന്ത് ആവേശത്തോടു കൂടിയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്, ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ എന്റെ നാട്ടുകാർക്ക് ഇവിടുത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള UDFന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് വിനീതമായി കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 2017-18 സാമ്പത്തിക വർഷത്തിലാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കറുത്തേനിയിൽ ഉണ്ടാക്കാനല്ല തീരുമാനിച്ചത്. കറുത്തേനിയിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്നല്ല കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ തീരുമാനിച്ചത് കാളികാവിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്നാണ്. കാളികാവ് അങ്ങാടിയിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്നാണ്. ആ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. 2017-18 7,34,000 രൂപ ഫണ്ട് വെച്ചു. 2017-18 സാമ്പത്തിക വർഷത്തില് പദ്ധതി വർഷത്തില് അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. 2019-18 വാർഷിക പദ്ധതിയിലും അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അവസാനം നീട്ടിവെച്ച് അവസാനത്തെ ടൈം വന്നു 2019-20. ഇവിടെ ജോർജിയുടെയും ഹൈദരാലിയുടെയും പ്രസംഗത്തിന് തെറിവിളിക്ക് കൈയടിക്കുന്ന മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ ചോദിക്കണം, 2017-18 വാർഷിക പദ്ധതിയിൽ ഒരു പദ്ധതി വെച്ചിട്ട് എന്തുകൊണ്ട് അത് 2019-20 പദ്ധതി വരെ നീണ്ടുപോയി എന്ന് ചോദിക്കണം. ഞാന് ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല കറുത്തേനിയിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച ടാക്സി സ്റ്റാൻഡാണെന്ന്. എന്താ സത്യം? എന്താ? കാളികാവിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എവിടെയാ? കാളികാവ് അങ്ങാടി കഴിഞ്ഞ് ജംഗ്ഷനിലേക്ക് പോകുന്ന പാലത്തിന്റെ ഇപ്പുറത്ത് ആദ്യം ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ തീരുമാനിച്ച് ടെൻഡർ വരെ നടന്നു. പക്ഷേ കോൺഗ്രസുകാർ അയച്ചില്ല, കോൺഗ്രസുകാർ അനുവദിച്ചില്ല. അതിന് മുന്നിലുള്ള സ്ഥലം ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം കോൺഗ്രസുകാരുടേതായതുകൊണ്ട് കോൺഗ്രസുകാര് അനുവദിച്ചില്ല. ഒരു വർഷക്കാലം അങ്ങനെ പോയി. പിറ്റേ വർഷക്കാലം ടാക്സി സ്റ്റാൻഡ് അപ്പുറത്തുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങാടിക്ക് അപ്പുറത്ത് പുഴന്റെ അക്കരെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ ആ വർഷം ലീഗാർ അയച്ചില്ല. കാരണം അപ്പുറത്ത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം ലീഗുകാരന്റെ സ്ഥലമായിരുന്നു. അത് അനുവദിച്ചില്ല. പഞ്ചായത്തിന്റെ 7,34,000 രൂപ ഫണ്ട് ലാപ്സായി പോകുകയാണെന്ന് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ പാർട്ടി അതിന് സമരം ചെയ്തു. പഞ്ചായത്തിന്റെ ഫണ്ട് ലാപ്സായി കളയാൻ പാടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ സമരം ചെയ്തു. അതിന്റെ കൂടെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു ലെറ്റർ കൊടുത്തു. ഈ ലാപ്സായി പോകാൻ സാധ്യതയുള്ള 7,34,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടാക്സി സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള സാഹചര്യം കറുത്തേനിയിൽ ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറാണ്. ആ ടാക്സി സ്റ്റാൻഡ് കറുത്തേനിയിൽ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയുടെ ഭാഗമായി, പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമായി അതിന് ഉത്തരം മൂളുകയല്ലാതെ, അതിന് യെസ് മൂളുകയല്ലാതെ UDFനോ പഞ്ചായത്ത് ഭരണസമിതിക്കും നിർവാഹമില്ലായിരുന്നു. പക്ഷേ 10 ദിവസം ബാക്കിയുള്ളൂ. 2 പ്രാവശ്യം നീട്ടിവെച്ച ഫണ്ട് മൂന്നാമത്തെ പ്രാവശ്യത്തേക്ക് നീട്ടിവെക്കാൻ സാധ്യതയില്ല. മുസ്ലിം ലീഗുകാര് വലിയ ഭരണ സ്വാധീനമുള്ള നയതന്ത്രജ്ഞര്, പരിചയസമ്പത്തുള്ളവര് അവര് ചെവിയിലിങ്ങനെ പറഞ്ഞു, 10 ദിവസം കൊണ്ടൊന്നും അവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയൂല. 10 ദിവസം കൊണ്ട് ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയൂല. PWD-യുടെ അനുമതി വേണം. പനി ജലദോഷമൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് അതിന്റെ ഒരു പ്രയാസം. പിന്നെ PWD-യുടെ അനുമതി വേണം. ആ അനുമതി അതിന്റെ രീതിയിൽ പോയാൽ 6 മാസമെങ്കിലും പിടിക്കും. പോരാത്തതിന് ഈ ടാക്സി സ്റ്റാൻഡ് നിൽക്കുന്നതിന്റെ നടുക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. അത് നീട്ടണം, അത് മാറ്റണം. അത് മാറ്റണമെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് വെക്കണം. ഫണ്ട് വെച്ച് ഒരു പദ്ധതി, ഒരു സാധനം മാറ്റണമെങ്കിൽ 6 മാസത്തിന്റെ അപ്പുറം പിടിക്കും.
ലീഗുകാരിങ്ങനെ UDF-കാരിങ്ങനെ സ്വകാര്യം പറയാ അതവിടേക്ക് കൊടുത്ത നന്നായി, അതവിടെ നടത്താൻ പറ്റൂല. 10 ദിവസത്തെ സമയമുള്ളൂ. മാർച്ച് 30-ാം തീയതി അവസാനിക്കാൻ 10 ദിവസത്തെ സമയമുള്ളൂ. അത് നടത്താനൊന്നും കഴിയൂല. നമ്മളെ പെരടിയിൽ അങ്ങോട്ട് പോയി കിട്ടി. അത് അനുവദിച്ചു. കറുത്തേരിയിൽ നടത്താം എന്ന് തീരുമാനിച്ചതിന്റെ പിറ്റേന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന നൗഷാദാക്കയും കൂട്ടി ഞാനും നൗഷാദാക്കയും PWDയുടെ മഞ്ചേരിയിലെ ഓഫീസിലേക്ക് വണ്ടി കയറി. മഞ്ചേരിയിലെ ഏറ്റവും സ്വാധീനമുള്ള CPM നേതാവിനെ സമീപിച്ചു. ഞങ്ങൾക്ക് ഇന്ന് ഇതിന് ആവശ്യമായ പേപ്പർ കിട്ടണം. അദ്ദേഹം പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ കിട്ടണം. ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു നാടിന്റെ പ്രശ്നം, ഇത് പൊതുഫണ്ട് ലാപ്സായി പോകുന്നതിന്റെ പ്രശ്നം. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ വന്നു. PWD ഓഫീസിൽ ഞാൻ പോയപ്പോ 4 മാസം മുന്നേ പള്ളിശ്ശേരിയിലെ കട്ടവധിക്കാൻ വേണ്ടി കൊടുത്ത MLA വർഗിന്റെ അപേക്ഷ അവിടെ കിടക്കുക. ഞാനും നൗഷാദാക്കയും അവിടുത്തെ പാർട്ടിയുടെ നേതാവും കൂടി സമ്മർദ്ദം ചെലുത്തി മന്ത്രി വരെ ഇടപെട്ടതിന് ശേഷം അവിടെ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് 6 മാസം കൊണ്ട് കിട്ടുന്ന പേപ്പർ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വാങ്ങിയെടുത്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. AXയുടെ ഓഫീസ് പെരിന്തൽമണ്ണ, അവിടുത്തെ പേപ്പർ വേണം. ആ പേപ്പറിന് അവിടെ ചെന്നപ്പോ അദ്ദേഹം ലീവാ. അദ്ദേഹത്തിന്റെ ഒറ്റപ്പാലത്തുള്ള വീട് വരെ കാർ ഓടിച്ചു പോയി. അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പിടിച്ച പേപ്പർ പിറ്റേന്ന് രാവിലെ പഞ്ചായത്ത് കൊണ്ട് കൊടുത്തപ്പോ ലീഗാരും കോൺഗ്രസ്സുകാരും തലി കച്ചിട്ട് 6 മാസം കൊണ്ട് നടക്കാൻ സാധ്യതയില്ലാത്ത സാധനം ഒരു ദിവസം കൊണ്ട് കൊണ്ടുവന്നിരിക്കുക. പിന്നെ പോലെ സമാധാനം ഇലക്ട്രിക് പോസ്റ്റ് നടുവിലുണ്ട്, അതെന്തായാലും മാറ്റാൻ പറ്റൂല. കാളികാവിലെ KSCB-യുടെ ഓഫീസിൽ പോയി സംസാരിച്ചു. അവര് പറഞ്ഞത് 12,000 രൂപ ചെലവ് വരുന്ന, പഞ്ചായത്തിൽ പറഞ്ഞപ്പോ 10,000 രൂപയ്ക്കപ്പുറം പദ്ധതി വെച്ച് ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ വിയർപ്പിന്റെ ആവശ്യമെടുത്ത് 12,000 രൂപ എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പിറ്റേ ദിവസം KSCB അടച്ച് ആ പോസ്റ്റ് മാറ്റി 3-ാമത്തെ ദിവസം പണി തുടങ്ങി പൂർത്തിയാക്കി 30-ാം തീയതിനുള്ളിൽ ഈ ടാക്സി സ്റ്റാൻഡ്. അപ്പോഴാ ലീഗാരും UDF-കാരും കോൺഗ്രസ്സുകാരും തലി കച്ചിട്ട് ഇതാകെ പിടുത്തമിട്ട് പോയല്ലോ. ലീഗാർക്കും കോൺഗ്രസ്സുകാർക്കും മനസ്സിലായത് അപ്പോഴാ. അതിവിടെ വന്നപ്പോ ഭയങ്കര ചൊറിച്ചില്, കുറെ ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചില്. കാരണം മലപ്പുറം ജില്ലയിൽ എന്നല്ല, കേരളത്തിൽ തന്നെ ഓട്ടോറിക്ഷകൾക്ക് ഇത്ര സൗകര്യത്തോടെ ഭംഗിയോടെ നിൽക്കാൻ പറ്റിയൊരു സാധനമല്ല. എനിക്കറിയാം പ്രയാസം. 6 വർഷക്കാലം ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തി വളർന്നു വന്നവനാണ് ഞാൻ. എനിക്കറിയാം എന്റെ സഹോദരങ്ങളുടെ പ്രയാസം. ആ പ്രയാസമാണ് അന്നെനിക്ക് അതിനുവേണ്ടി അത്രയും റിസ്ക് എടുക്കേണ്ട സാഹചര്യം മനസ്സെനിക്കുണ്ടായത്. അതിവിടെ വന്നപ്പോ ചോദിച്ചിട്ട് തുടങ്ങി. എല്ലാരും പറയാ പോകുമ്പോ പാളി നോക്കുക, ആളുകൾ അടയാളം പറഞ്ഞു കൊടുക്കുക. ആ ടാക്സി സ്റ്റാൻഡ് നിൽക്കുന്ന അങ്ങാടി കഴിഞ്ഞ അപ്പുറത്തെ അങ്ങാടി. വിരുന്നുകാർക്ക് അടയാളം പറഞ്ഞു കൊടുക്കുക. ഗൾഫിൽ പോയവർ തിരിച്ചു വരുമ്പോ അത്ഭുതത്തോടു കൂടി നോക്കുക. കറുത്തേരിയുടെ മുഖമാകെ മാറി. ഇതിങ്ങനെ നാട്ടുകാർ പറയുമ്പോ ഇവിടെയുള്ള തിരുപ്പന്മാർക്കും കാളികാവിലെ തിരുപ്പന്മാർക്കും ആകെ അസ്വസ്ഥത. ആ സമയത്ത് അസ്വസ്ഥതയുടെ ഭാഗമായി ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ നിന്നപ്പോ 6 മാസത്തിന് മുന്നേ പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ വന്നു. കറുത്തേരിയിലെ ടാക്സി സ്റ്റാൻഡിന് ബാപ്പുവാജിയുടെ പേരിടണം. CPM എന്നതിനെ രാഷ്ട്രീയപരമായി എതിർത്തു. ഞാൻ ചോദിച്ചു, ബാപ്പുവാജി അത്ര ചെറുതാണോ? ബാപ്പുവാജിക്ക് ഒരു ടാക്സി സ്റ്റാൻഡിന്റെ ആദരം മാത്രം മതിയോ? ഞങ്ങൾ രാഷ്ട്രീയപരമായി അതിനെതിർത്തു. കോൺഗ്രസ്സുകാർ പറഞ്ഞു കോൽക്കാരൻ ചെറിയാക്കാവുന്ന മഹാനായ ഒരു കോൺഗ്രസ്സുകാരൻ കാളികാവിലുണ്ട്. ആ മഹത്വത്തിക്ക് ഇന്നുവരെ അർഹമായിട്ടുള്ള ഒരു സ്മാരകമോ ഒരു പരിഗണനയോ കാളികാവിൽ കിട്ടിയിട്ടില്ല. ഈ സ്ഥാപനത്തിന് കോൽക്കാരൻ ചെറിയാക്കായുടെ പേരിടണം കോൺഗ്രസും പറഞ്ഞു. അവസാനം എല്ലാ കാലത്തും കാളികാവിൽ നടക്കുന്നത് പോലെ
മുസ്ലിം ലീഗിന്റെ തിട്ടൂരത്തിന് കോൺഗ്രസ് വഴങ്ങി ബാപ്പുജിയുടെ പേരിടാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിന് കൈയടിക്കുന്നവരോട് വിനീതമായി കൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ തീരുമാനമെടുത്തിട്ട് 1.5 വർഷക്കാലമായി, 1.5 വർഷക്കാലം നിങ്ങൾ ബാപ്പുജി കണ്ണേ കരള് പൊന്ന് ചങ്ക് എന്നൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ കുറെ മതിൽ പാടിയല്ലോ. എന്താണ് അത്രയും മഹാനായ ഒരു മനുഷ്യന്റെ പേരിൽ ഒരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് 1.5 വർഷക്കാലം നിങ്ങൾ ആ തീരുമാനം നടപ്പിലാക്കാതെ പോയത്? നിങ്ങൾ ആ തീരുമാനം നടപ്പിലാക്കാതെ പോയത് നിങ്ങൾ സഖാക്കളെ നെഞ്ചത്തേക്ക് കയറുമ്പോ UDF സിന്ദാബാദ് നിങ്ങൾ വിളിക്കാം. പക്ഷേ പഞ്ചായത്തിലൊരു നയപരമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോ നിങ്ങൾക്ക് എന്ത് UDF, നിങ്ങൾ ലീഗ് ഒന്ന്, നിങ്ങൾ കോൺഗ്രസ് ഒന്ന്, അത് കഴിഞ്ഞാൽ ലീഗ് 4 എണ്ണം, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് 4 എണ്ണം. ആ നിങ്ങളുടെ കുച്ചിപ്പോരും കൊഴുത്തും കാരണം 1.5 വർഷക്കാലം ആ പേരിടാതെ നിങ്ങൾ പോയത് ഞങ്ങൾ ആരെങ്കിലും തടുത്തിട്ടാണോ? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടാണോ? ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയോ? ഞങ്ങളത് ഇടാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ നിങ്ങളെ തടുത്തോ? ഒന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങളെ ഞങ്ങൾ ചെയ്തില്ല. എന്നിട്ടും 1.5 വർഷക്കാലം നിങ്ങൾ ആ തീരുമാനം എടുത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ അതിന് സ്റ്റാൻഡിന് പേരിട്ടത്? CPM-ന്റെ ലോക്കൽ സമ്മേളനം കഴിഞ്ഞു കാളികാവില്. CPM-ന്റെ ലോക്കൽ സമ്മേളനം കാളികാവില് കഴിഞ്ഞു. എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള പ്രതിനിധികളും വന്ന് ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് സമ്മേളനം നടത്തി കാളികാവില്. ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രത്തിലൊക്കെ വന്നു. 3 ലീഗിന്റെ കുട്ടികള് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കി. ഞമ്മക്കും നടത്തണം സമ്മേളനം. CPM-മാർ കുറെ കൊടികുത്തി സമ്മേളനം നടത്തി. ഞമ്മക്ക് നടത്തണം സമ്മേളനം. ലീഗാരതാണല്ലോ, നമ്മള് ഒരു കൊടി കുത്തിയ 2 എണ്ണം കുത്തും. നമ്മളെ 23-ാം പാർട്ടി കോൺഗ്രസ് ആണെങ്കിൽ ഓലെ 24-ാം പാർട്ടി ലീഗ്. ഇങ്ങനെ ലീഗാരുടെ സ്വഭാവം. അതിന്റെ ഭാഗമായി നിങ്ങൾ സമ്മേളനം നടത്തി. എന്തോ ഒരു പേര് അതിനിട്ട് തൊള്ളയിക്കൊള്ളാത്തൊരു പേരിട്ട് ഐലാശ്ശേരി നിങ്ങൾ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിനിധികളും കാളികാവിലെ ലീഗിന്റെ നേതാക്കന്മാരെ ചീത്ത പറഞ്ഞു. കറുത്തേരിയിൽ തോൽക്കാൻ കാരണം, അമ്പലക്കടവിൽ തോൽക്കാൻ കാരണം, CPM-ന് കാളികാവിൽ ജനമുന്നേറ്റം ഉണ്ടാക്കാൻ കാരണം കറുത്തേരിയിൽ നിങ്ങൾ ടാക്സി സ്റ്റാൻഡ് അനുവദിച്ചു കൊടുത്തതാണ്. നിങ്ങളെ കുട്ടികള്, നിങ്ങളെ പ്രവർത്തകര് നിങ്ങളെ ചീത്ത പറഞ്ഞു. ആ ചീത്തയ്ക്ക് കേട്ടപ്പോ കാളികാവ് പഞ്ചായത്തില് കോൽക്കളിക്ക് നടുവിൽ വെൽക്കുന്ന ഒരഴു പോലെയുള്ള പ്രസിഡന്റ് എണീറ്റ് നിന്ന് പറഞ്ഞു, അതിനെ പരിഹാരം ഉണ്ടാക്കി തരാം, 1 മാസം കൊണ്ട് ഇവിടെ അതുണ്ടാക്കി തരാം, പേര് ബാപ്പുജിന്റെ ഇട്ട് അത് നമ്മളതാക്കി തരാം. എങ്ങനെയാണ് ആരാന്റെ കുട്ടിക്ക് വേറൊരാളെ പേരിട്ട അത് അയാളെ കുട്ടിയാകും? ഞങ്ങൾക്ക് അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾ അതുണ്ടാക്കി നിങ്ങൾ വാട്സപ്പ് കൂടെയും ഫേസ്ബുക്ക് കൂടെയും മറ്റ് സാധ്യമാകുന്ന മാർഗത്തിലൂടെയൊക്കെ കറുത്തേരിയിലെ സഖാക്കളെ നിങ്ങൾ തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ആരുന്ന ടാക്സി സ്റ്റാൻഡ്, ബാപ്പുജിന്റെ ടാക്സി സ്റ്റാൻഡ്, വേറുള്ള ടാക്സി സ്റ്റാൻഡ് എങ്ങനെ സെക്രട്ടറി കൊണ്ടുവന്നതാകുക? ആരുടെ ഭരണകാലത്ത് കൊണ്ടുവന്നാലും പഞ്ചായത്ത് രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുത്ത് ഭൂരിപക്ഷമുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ അതിന് പേരിടാം എന്നുപോലും അറിയാത്ത ലീഗ് ഇവിടെ ആകെ പ്രകോപനമുണ്ടാക്കി. ആ പ്രകോപനമുണ്ടാക്കിയപ്പോഴും ഞങ്ങൾ പറഞ്ഞു, അരുത്, ഇത് നമ്മുടെ മണ്ണാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. ഈ കറുത്തേരിയിൽ ഒരു കുട്ടിക്ക് 10 കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോ അതിൽ 8 കുട്ടിയും ജീവനും കൈകാരായി വളർന്നു വരുന്ന മണ്ണാണ് കറുത്തേരി. നമ്മൾ പ്രശ്നത്തിന് പോട്ട, നമ്മുടെ രാഷ്ട്രീയം അതല്ല. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലക്ക് തീരുമാനമെടുത്തത് അതാണ്. മറിച്ചൊരു തീരുമാനമെടുത്തിരുന്നെങ്കിലോ, ഇവിടെ വെല്ലുവിളിച്ചവര് പറഞ്ഞല്ലോ, ഇവിടെ ഇന്നലെ പറഞ്ഞു, വാട്സപ്പ് കൂടി ഫേസ്ബുക്ക് കൂടിയൊക്കെ പ്രചരിപ്പിക്കുക. ഇവിടെയുള്ള
ടാക്സി സ്റ്റാൻഡിന്റെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് എഴുതുന്ന സമയത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ എന്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള കാളികാവിലെ ഷെരീഫാണ് അത് എഴുതുന്നത്, ഈ ബോർഡിന് പേര് വെക്കുന്നത്. അത് മാത്രം അദ്ദേഹത്തിന്റെ പണി. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇവിടെ വന്ന ആളുകൾ ഇങ്ങനെ നോക്കും, ഈ അങ്ങാടി ഏതങ്ങാടിയിലും നമ്മൾ വാഹനമായി പോയാൽ പീഡിയക്ക് ബോർഡ് നമുക്ക് നോക്കും. അവർ ഈ ഒരു കാര്യം ചെയ്യണം, ആ ഒരു തൂണില് കറുത്തേനി എന്ന് വലുതാക്കി എഴുതണം. അപ്പൊ ഞാന് അത് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ ഇവിടെ വന്നപ്പോ ആ കറുത്തേനി എന്ന് എഴുതിയിരിക്കുന്നത് നിർഭാഗ്യവശാൽ ചുവപ്പ് കളറിലായി പോയി. ഇത് കണ്ടപ്പോ വീണ്ടും ചുവപ്പ് കണ്ട മൂരികളെ പോലെ ലീഗുകാരിളകി. കറുത്തേനി കറുത്തിട്ടല്ലേ ചുവപ്പിലെന്തിനായിരുന്നത്? കറുത്തേനി എഴുതുന്ന കറുപ്പ് കളറിലല്ലേ, ചുവന്ന കളറിലെന്താ? ഒരു നാടിന്റെ പേര് പോലും ചുവപ്പിലെഴുതിയത് കാണുമ്പോ അതിന് അസഹിഷ്ണുത പ്രകടിപ്പിക്കുക. ഇവിടെ കടന്ന് ചാടിക്കളിച്ചു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഒരു നാടിന്റെ പേര് ഒരു ചുവന്ന മഷിയിൽ എഴുതിയിട്ട് അത് പഞ്ചായത്തിൽ പരാതി കൊടുത്ത ഏക നാട്, ഏക പാർട്ടി ലീഗ. പഞ്ചായത്ത് ബോർഡിക്ക് പരാതി കൊടുത്തു, എന്താ കറുത്തേനി? അപ്പൊ പഞ്ചായത്ത് ബോർഡിന് അങ്ങനെ തീരുമാനമില്ല ഇവ കറുത്തേനി എഴുതാൻ. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയതാ, ഞാൻ എഴുതിച്ചതാണ്. അത് കറുത്തേനിമ വന്നിട്ട് മാറ്റാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിൽ കറുത്തേനിമക്ക് വരി. ഞാൻ പറഞ്ഞു പഞ്ചായത്ത് ബോർഡിൽ, അന്ന് നിങ്ങളെ മൂത്ത ഇതിലും വലിയ കുറെ നേതാക്കന്മാരുടെ കറുത്തേനിക്ക് കാലുകുത്താൻ ഒരൊറ്റ ഒന്നിന് ധൈര്യം വന്നില്ല. 1.5 വർഷക്കാലം ആ കറുത്തേനി ചോപ്പ് തന്നെയായി അവിടെ നിന്നു. ഇപ്പൊ ഞങ്ങളൊന്നുമില്ലാത്ത സമയത്ത് ഈ പേരെഴുതുന്നതിന്റെ ഭാഗമായി ആ കറുത്തേനി എന്നുള്ള ചോപ്പ് പറിച്ച് അത് കറുത്ത അക്ഷരത്തിൽ എഴുതി. ഞാനിവിടെ വന്നപ്പോ അത് കണ്ടു. സ്വാഭാവികമായിട്ടും എന്തിനാ അങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്തിന്റെ ഇല്ല, നിങ്ങൾ തന്നെ കേസെടുപ്പിക്കും, ജയിലിൽ കയറ്റും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പൊതുമുതൽ നശിപ്പിച്ചു, ഞാൻ സ്റ്റിക്കർ പറിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ആണായി പിറന്ന ഏതെങ്കിലും ലീഗുകാരനുണ്ടെങ്കിൽ ഇവിടെ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കി സിറ്റി സെക്രട്ടറി പറയുന്നു, ആ കറുത്തേനി എന്ന് എഴുതിയത് പറിച്ചത് ഞാനാണ് പറിച്ചത്. ആ പറിച്ചതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യും. നിങ്ങള് 2 പ്രാവശ്യം മല കത്തിച്ചിട്ടുണ്ടാകാത്ത വെണ്ണീരൊന്ന് ഇവിടെ ലീഗിന്റെ കുട്ടികളുടെ 2 കോടി രൂപ കത്തിച്ച് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ ആ പേടിപ്പിക്കൽ നിങ്ങൾക്ക് വേണ്ട. അതൊക്കെ വെറുതെയാ. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ ഒന്നും പ്രചരിപ്പിക്കേണ്ട. വീഡിയോ എടുത്തോ, അത് പറിച്ചത് സക്കറിയ. അതിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഉണ്ടാക്ക്. അങ്ങനെ അതാണ് ആ പറിച്ചവുമായി ബന്ധപ്പെട്ടത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബോർഡ് ഈ രീതിയിൽ ഇവിടെ അലങ്കോലമാക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഞങ്ങള് അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞില്ല, ഞങ്ങള് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ വേറെ ആരുടെയും പേര് പറഞ്ഞില്ല. കാരണം ഞങ്ങൾക്കറിയില്ല അതാരാ ചെയ്തത്, ഞങ്ങൾക്കതറിയില്ല. അത് രാത്രിയുടെ മറവില് ആരോ ചെയ്തു പോയ കാര്യ, ഞങ്ങൾ കാണാത്ത കാര്യം. ഞങ്ങൾ തയ്യാറല്ല ലീഗാണ് പറയാണെന്ന് പറയാൻ, കോൺഗ്രസ് ആണെന്ന് പറയാൻ, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായിരുന്നു, ലീഗിനകത്തുണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ട് ചെയ്തതാണെങ്കിൽ അതും അന്വേഷിക്കണം. അതല്ല ഏതെങ്കിലും പ്രകോപനത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കുട്ടികൾ ചെയ്തതാണെങ്കിൽ അതും പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ അത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല, ഞങ്ങൾ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന പാർട്ടിയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു, അവിടെ ചോപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങൾ പറഞ്ഞു, ചോപ്പാണെങ്കിൽ സഖാക്കളാണ്, ചോപ്പാണെങ്കിൽ സഖാക്കളാണ്. എന്താ വേറെ ആർക്കും ചോന്ത മഷി വാങ്ങാൻ, പെയിന്റ് വാങ്ങാൻ കിട്ടൂലേ? നിങ്ങള് കേസുകാർ യൂത്ത് കോൺഗ്രസ്സുകാരാണല്ലോ ഏറ്റവും കൂടുതൽ ചോന്ത മഷി വാങ്ങല്. സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സമരം നടത്തുന്നതിന്റെ അടിക്ക് വ്യക്തമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചോന്ത മഷി വിതറി നേതാവാക്കുന്ന പാരമ്പര്യമുള്ളത് നിങ്ങളാണല്ലോ.
ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പേര് പറഞ്ഞു? ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കതാ പറയാനുള്ളത്. പക്ഷേ അതിന്റെ പേരില് ഞങ്ങളെ അങ്ങ് മൂക്കിലൂടെ വരിക്കാം എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഞങ്ങളെ വരിക്കാൻ പോകുന്ന മൂക്കില്ലവരൊന്നും കാളികാവിലില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ തന്തക്ക് വിളിക്ക, 4 തന്തക്ക് പിറന്നവരെ ആരാ വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനെ, ആ അധ്യാപകന്റെ പാരമ്പര്യം ഞാൻ പറയുന്നില്ല, സംസ്കാരം ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം എന്താ വെച്ചാല് ഈ വലിയ കോവിഡിന്റെ പ്രയാസകാലത്ത് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായപ്പോ ഗവൺമെന്റ് പറഞ്ഞു അധ്യാപകര് കടമായി പൈസ കൊടുക്കണം ഗവൺമെന്റിന്. പക്ഷേ അത് പറഞ്ഞു കേട്ടപ്പോ കാളികാവങ്ങാടിയില് തുണി അയച്ചിട്ട് ചാടിയ ഒരു മാഷിൽപ്പെട്ട ഒരു വൃത്തികെട്ട മാഷാണ് ഇവിടെ അടുത്തേക്ക് വന്ന് അത് പറഞ്ഞ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളവിടെയൊക്കെ എങ്ങനെ ഈ 4 തന്തൊക്കെ ഉണ്ടാകുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെന്താ സൊസൈറ്റിയിൽ പാലടക്കണ സാധനത്തിലെ കുട്ടികളുണ്ടാക്കല്? അതെന്റെ ഒരു ശാസ്ത്രബോധത്തിന്റെ കുറവല്ലേ? ഞങ്ങൾ ആ കാര്യത്തിന് മറുപടി പറയുന്നില്ല. ഞങ്ങൾ ആ കാര്യത്തിന് മറുപടി പറയുന്നത്. വേറെ ഇവിടെ ഒരു കാര്യം പ്രധാനപ്പെട്ട് പറഞ്ഞത് CT സക്കറിയ സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞു. ഞാന് സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞു എന്നൊക്കെ ഇവിടെ ഉളുപ്പില്ലാതെ പറയാൻ നിങ്ങളെങ്ങനെ കരുതി അഭിരമിച്ച് 4 മൂരികളെ കണ്ട് ഞാൻ പേടിച്ച് തളർന്നു എന്ന് കരുതി അഭിരമിച്ച് അങ്ങനെ നടന്നു. പക്ഷേ CT സക്കറിയ ഈ ചെങ്കൊടിയാണ് പിടിക്കുന്നതെങ്കിൽ, സഖാവ് കുഞ്ഞാലിയുടെ കൊടിയാണ് പിടിക്കുന്നതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്നല്ല ഈ ലോകത്താരുടെ മുന്നിലും നെട്ടല് വിളിച്ച് ഒരു നിലപാട് ഈ സെക്രട്ടറി എടുക്കില്ല. ഈ പാർട്ടിയുടെ LC സെക്രട്ടറി എന്നുള്ള നിലക്ക് എടുക്കില്ല. ഇതിലും വലിയ പോലീസ് അധികാരികളെ കണ്ടാ ഇവിടെ വളർന്നത്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോണ്ട. പിന്നെ കാലാവസ്ഥ പ്രതികൂലമാകുക. ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. പിന്നെ ജോജി കെ അലക്സ് ഇവിടെ വന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സഖാക്കളെ സൂചിപ്പിക്കുക. ജോജി കെ അലക്സ് എന്ന് പറയുന്ന എരപ്പാളി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനുണ്ടല്ലോ, ആ കോൺഗ്രസ്സുകാരന്റെ പാരമ്പര്യം അറിയാത്തവരാണോ കാളികാവുകാര്? ഓന്റെ കണ്ണ് നിറഞ്ഞു, തൊണ്ടയിടറി. എന്ത് തൊണ്ട കണ്ണ ചങ്കാവനുള്ളത്? പാർട്ടി നിലമ്പൂർ ഒരു പരിപാടി നടത്തി, ആര്യാടൻ സ്വർഗത്ത്. ആ പരിപാടി നടത്തിയപ്പോ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി ആ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ ആര്യാടൻ സ്വർഗത്ത് നടത്തിയ പരിപാടിയിൽ MA ബേബി പങ്കെടുത്തു എന്ന് പറഞ്ഞ് MA ബേബിയെ തടഞ്ഞതിന്റെ പേരിൽ പാർട്ടി ജോജി കെ അലക്സിനെ പുറത്താക്കി, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ പുറത്താക്കി, ജോജി കെ അലക്സിനെ പുറത്താക്കി. 2 ദിവസം കഴിഞ്ഞ് നമ്മളൊരു സഖാവ് ആര്യാടന്റെ വീട്ടിലേക്ക് ഗ്യാസ് കുറ്റിയേറ്റ് പോയപ്പോ അടുക്കളയിലിരുന്ന് ഈ പറഞ്ഞ മഹാൻ ആര്യാടന്റെ പാത്രം കേക്കി കൊടുക്കുക, ആര്യാടന്റെ പെരയിൽ പാത്രം കേക്കി കൊടുക്കുക 2 ദിവസം കൊണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ആര്യാടന്റെ അച്ചാരം വാങ്ങി എച്ചിന് നോക്കി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ജോജി കെ അലക്സ് ഇന്നും തിന്നുന്നത് ഈ പാർട്ടിയുടെ അന്നമാണ്. ജോജി കെ അലക്സ് CPM-നെതിരെ കുതിര കയറുമ്പോ അതിന്റെ മുന്നേ അങ്ങനെ ഒരു നിലപാടെടുക്കണം. പിന്നെ ഷുഹൈബിനെ പറഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞു, തൊണ്ടയിടറി. ജോജി കെ അലക്സ് പറയാ, മണ്ഡലം നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായ ജോജി കെ അലക്സിന് കണ്ണൂര് ഷുഹൈബിന്റെ കഥ പറയുമ്പോ തൊണ്ടയിടറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസുകാരോട് ചോദിക്കുക, എന്താ രാത്രിയുടെ കാര്യം പറയുമ്പോ തൊണ്ടയിടറാത്തത്? ഒരുപാട് ചായ ഉണ്ടാക്കി കൊടുത്ത പാർട്ടിക്ക് ഓഫീസില് വേലക്കാരിയാണ്, പണിക്കാരിയാണ്. ജോജിയുടെ കക്കൂസ് കഴുകിയ പാവപ്പെട്ട സ്ത്രീയാണ്. ഒരുപാട് കാലം ജോജി കൂടി അംഗമായിട്ടുള്ള കമ്മിറ്റിയുടെ ഓഫീസിൽ ജോലി ചെയ്ത സ്ത്രീയാ. എന്താ തൊണ്ടയിടറാത്തത്? ഇപ്പൊ തൊണ്ടയിടറി കുറച്ച് കൂടി. എന്താ അറിയോ? തൊണ്ടയിടറി കണ്ണില് വെള്ളം വന്നാല് പ്രസംഗ തൊഴിലിന് കുറച്ച് കൂടുതൽ വരുമാനം കിട്ടും. ആ വരുമാനം കിട്ടാനാ തൊണ്ടയിടറല്.
പിന്നെ ഞാനൊരു വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല. എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ കാളികാവിലെ CPM-ന് ഈ കാളികാവിന്റെ മണ്ണില് വെല്ലുവിളിക്കാൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ലീഗുകാർ UDF മാത്രമല്ല, ഇവിടെ നിഷ്പക്ഷരും കൂടി ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് ജനാവലി കണ്ടോ? ഞങ്ങൾ പറയുന്നു, ഇത് മുക്കൂട്ട് മുന്നണിയോ ഒന്നുമല്ല. നിങ്ങളെ നേരിടാൻ സഖാവ് കുഞ്ഞാലിയുടെ പിന്തുണക്കാർ CPM മാത്രമായി ഇന്ന് ഇരച്ചു വന്നത്. CPM ഒരു പാർട്ടിയില്ല, വേറെ CPM-ന്റെ പ്രവർത്തകരാ ഇവിടെ ഇരച്ചു വന്നത്. പിന്നെ നിങ്ങൾ മൂത്രയിച്ച് ഞങ്ങളങ്ങ് ഒലിച്ചു പോകും. മൂത്രയിച്ച എന്താ നിങ്ങളെ മറ്റേ സാധനം മധുമലമത്തെ പമ്പുണ്ടോ നിങ്ങൾ മൂത്രയിക്കല്? നിങ്ങളൊന്ന് മൂത്രയിച്ച സഖാക്കൾ ഒലിച്ചു പോകാൻ. എടോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ബാപ്പുജിന്റെ ഒക്കെ പേര് പറയുമ്പോ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കാളികാവിന്റെ മണ്ണില് എവിടെ കണ്ടാലും ആട്ടിയടിക്കുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്ന കോൺഗ്രസ്സുകാര് മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച് ആരെങ്കിലും നടന്നാൽ കോൺഗ്രസ്സുകാരെ ആട്ടിയടിക്കും. ബാപ്പുജി, ഈ പറയുന്ന ബാപ്പുജി 10 ലീഗുകാരുമായി കാളികാവങ്ങാടിയില് പൊതുയോഗം നടത്താൻ ഒരു കൊടി കുത്താൻ വന്നു. കോൺഗ്രസ്സുകാർ അനുവദിച്ചില്ല. ചരിത്രം അറിയുന്ന പഴയ ലീഗുകാരോട് ചോദിച്ചോക്ക്. പഴയ ലീഗുകാരോട്, ചരിത്രം അറിയുന്ന ലീഗുകാരോട് ചോദിക്ക്. ആ കൊടി കുത്താൻ വേണ്ടി ബാപ്പുജി കൊടി കുത്താൻ വന്നപ്പോ കോൺഗ്രസ്സുകാര് ആട്ടിയടിച്ചു. ഇന്ന് ബാപ്പുജിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന കോൺഗ്രസ് ആട്ടിയടിച്ച് ബാപ്പുജി കണ്ണീരൊലിപ്പിച്ച് പച്ചക്കൊടിയുമായി തിരിഞ്ഞു നടക്കുമ്പോ ഒരു കൈ, ബലിഷ്ഠമായ ഒരു കൈ വന്ന് സഖാ ബാപ്പുജിയുടെ കയ്യിൽ പിടിച്ചു. എവിടേക്കാ പോണ്? ഞങ്ങൾ തിരിച്ചു പോവുക. കോൺഗ്രസ്സുകാര് കൊടി കുത്തായിക്കിടില്ല, ലീഗിന്റെ കൊടി. ആ ബലിഷ്ഠമായ കൈ ബാപ്പുജിയുടെ കയ്യിൽ പിടിച്ചോ. ബാപ്പു നടക്ക്, സഖാവ് കുഞ്ഞാലി ഈ കാളികാവിലുണ്ടെങ്കിൽ അനക്ക് തോന്നുന്നിടത്ത് നിന്റെ കൊടി കുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചോദിക്കാൻ ധൈര്യമുള്ള കോൺഗ്രസ് ഈ കാളികാവിലുണ്ടെങ്കിൽ അത് കുഞ്ഞാലിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അന്ന് കുത്തിച്ച കൊടിയെ ഇന്നും ലീഗിൻ്റെത് കാളികാവിൽ പാടുന്നുള്ളൂ. ആ കുത്തിച്ച കൊടിയത് കറുത്തരിത്ത് കൊടി പോയി, അമ്പലക്കടവിത്ത് കൊടി പോയി. അങ്ങനെ കൊടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ ആകെ ഹാലിളകി നടക്കുക. ആ ഹാല് ലീഗുകാര് CPM-ന്റെ മേത്തേക്കെടുക്കാൻ, സഖാക്കളുടെ DYFI-ക്കാരുടെ മേത്തേക്കെടുക്കാനാണ് ഭാവമെങ്കില് ഒരു കാര്യം ഞങ്ങൾ പറയാം. നിങ്ങൾ കേസാക്കും, മണ്ണം കെട്ടിയാക്കുന്നൊക്കെ പറയുന്നല്ലോ. ഞങ്ങള് വേറെ കാര്യം പറയാം. കണ്ണൂർ സെൻട്രൽ ജയിലും തുമ്പൂർ സെൻട്രൽ ജയിലൊക്കെ ആണുങ്ങൾക്കുള്ളതാണ് എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങള്. ഞങ്ങൾ അഭിപ്രായക്കാരാ. സഖാക്കളൊന്ന് ഒരുങ്ങി ഇറങ്ങിയ, ചെങ്കൊടിയെ തൊട്ട് കളിച്ച സഖാക്കളെ തൊട്ട് കളിച്ച സഖാക്കളൊന്ന് ഒരുങ്ങി ഇറങ്ങിയ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി നുണച്ചു കുറ്റം പറഞ്ഞ് കേസെടുക്കാനൊന്നും നോക്കൂല. ഞങ്ങള് ഇറച്ചിമ ഞങ്ങള് പണിയെടുക്കും. ഇറച്ചിമ പണിയെടുക്കും. ആ ഇറച്ചിമ പണിയെടുക്കുന്നത് പേടിയില്ലാത്ത ലീഗ് മാത്രം മതി CPM-നെ വെല്ലുവിളിക്കാൻ. പിന്നെ എന്റെ ആദർശത്തിന് വെല്ലുവിളിക്കുക, എന്റെ ആദർശത്തിന് വില പറയാ. MLA നാസറിന്റെ പൈസ കണ്ടിട്ടാണ് ഞാൻ ഈ നടക്കണതൊക്കെ. ഞാൻ ചുരുക്കി പറയാ, CPM-ന്റെ പ്രവർത്തകനായി, DYFI-യുടെ പ്രവർത്തകനായി ഈ പാർട്ടിയിൽ വന്ന് ഈ പാർട്ടി ഇത്രത്തോളം എന്നെ വലുതാക്കി. ഈ സമയത്ത് എനിക്ക് ഇവിടുത്തെ ലീഗ്, കോൺഗ്രസ്, UDF-നോട് പറയാനുള്ളത്, സക്കറിയാക്ക് ഒരു രാഷ്ട്രീയ ആശയമുണ്ട്. അത് സഖാവ് കുഞ്ഞാലിയുടെ ആശയ. ആ രാഷ്ട്രീയ ആശയത്തെ വെല്ലുവിളിക്കാൻ, വില പറയാൻ ഒരു 100 കൊട്ടപ്പലക്കൽ തറവാട് കൂടി ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ കൂടി പ്രതികൂലമായതിനാൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി
ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് ഷഫീഖാണ്. സഖാവ് ഷഫീഖിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.